പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് ജൂലൈ മാസം 2-ാം തീയതിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനം. The book of the prophet Isaiah, chapter 1, verse 17. അത് നമുക്ക് നീതി, അതായത് ഒരു സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ബോധം തരികയാണ്, ഒരു അവബോധം തരികയാണ്. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നന്മയുടെ പ്രവൃത്തി പറയുകയാണ്. വചനം പറയുന്നു, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. അപ്പം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമുക്കൊരു സാമൂഹിക നീതി പറഞ്ഞു തരികയാണ്. നാം പ്രവർത്തിക്കേണ്ട, നാം അനുവർത്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ് നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ലേൺ ടു ഡു ഗുഡ്, seek justice, rescue the oppressed, defend the orphan, plead for the widow. അപ്പം അനാഥരോട് നീതി പ്രവർത്തിക്കാനും നന്മ ചെയ്യുവാനും ഒക്കെ ഒരു വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇന്ന് ലോകത്തിൽ, അല്ലെങ്കിൽ എന്നിൽ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ എന്നിൽ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ലേ ഈ നീതി എന്ന് പറയുന്നത്. നീതി ചെയ്യാൻ പലപ്പോഴും നമുക്ക് വിമുഖത, നാം അറിയുന്നില്ല നാം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച്. പക്ഷേ ബോധപൂർവം നന്മ ചെയ്യാൻ ഒരു വിളി നമുക്കുണ്ട്. അത് ശീലിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കും. അനേക വ്യക്തികൾ നന്മ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും നാം തന്നെ നന്മ ചെയ്യാൻ ശീലിക്കുകയും ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമുക്ക് പഠിക്കാം. നന്മ ചെയ്യാൻ ശീലിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ലേൺ ടു ഡു ഗുഡ്, seek justice, rescue the oppressed, defend the orphan, plead for the widow. അപ്പം നമുക്ക് ഈ വചനം നന്നായി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.